ഗുഡ് മോർണിംഗ് ഓൾ. PTS അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് SSLC മോഡൽ എക്സാം ഫെബ്രുവരി 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. ബിർബഹൂട്ടിയിലെയാണ് ആദ്യം തന്നെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാം. പട്കഥയാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നിരിക്കുന്ന ബോക്സിലെ കാര്യങ്ങൾ വെച്ചിട്ട് ചാപ്റ്ററിലെ ആ ഒരു ഭാഗം വെച്ചിട്ട് പട്കഥ എഴുതാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 4 മാർക്കിന് ക്വസ്റ്റ്യൻ. അടുത്തത് ബച്ചേ കാംപർ ജാ രഹേ എന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്കറിയാം 4 മാർക്കിന് ചോദിച്ചിരിക്കുന്നത് ആസ്വാദനക്കുറിപ്പാണ്. അടുത്തത് ഠാക്കൂർ കാ കുവ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്ത് ബാത്ചീത്ത് അഥവാ ടിപ്പണി, ഇതാണ് 4 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. ടിപ്പണി അറിയാലോ, ജാതിപ്രഥ അഭിശാപ് ഹേ എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ടിപ്പണി എഴുതേണ്ടത്. ബാത്ചീത്ത് എഴുതേണ്ടത് ഈ തന്നിരിക്കുന്ന ബോക്സിലെ കാര്യങ്ങൾക്കനുസരിച്ച് വേണം നിങ്ങൾ ബാത്ചീത്ത് എഴുതാനായിട്ട്. അടുത്തത് കലാമിൻ്റെ ചാപ്റ്ററിൽ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ളത് സെലക്ട് ചെയ്യാനായിട്ടാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ഗ്രാമർ പോർഷൻസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ മോർപാലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് തോന്നിയിട്ടുള്ള മോർപാലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള മുകളിൽ തന്നിരിക്കുന്ന 4 പോയിന്റിൽ നിന്ന് 2 പോയിന്റ് മോർപാലിനും 2 പോയിന്റ് മിഹിറിനുമായിട്ട് സെലക്ട് ചെയ്തിട്ട് എഴുതാനായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതന്ന് കുട്ടികൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് ഡുഡലി തോ പരായി ഹേ എന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിനകത്ത് നിന്ന് പോസ്റ്റർ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പത്രം എഴുതാം. ഇതിലേതെങ്കിലും ഒന്ന് എഴുതുക. ഇനി സബ്സെ ബഡേ ഷോമാൻ എന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഡയറിയാണ്. ഡയറി അല്ലെങ്കിൽ റപ്പട്ട് ഏതെങ്കിലും ഒന്ന് എഴുതുക. ഇനി ബസന്ത് മേരെ ഗാവ് ക എന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് തന്നിരിക്കുന്ന പാരഗ്രാഫിന് ആസ്പദമായിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അതുപോലെ അതിനകത്താണ് വാക്യ പിരമിഡ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, വാക്യ പിരമിഡ് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഗ്രാമർ പോർഷൻസ് 1 മാർക്ക് കിട്ടും. അങ്ങനെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ചിലത് റിപ്പീറ്റിംഗ് ആണ്. എങ്ങനെയായാലും ഒരു കവിതയിൽ നിന്ന് ആസ്വാദന ടിപ്പണി അല്ലെങ്കിൽ കവിതാംശം ചോദിച്ചിട്ടുള്ള ഒരു ടിപ്പണി ചോദിക്കും. അപ്പോൾ എല്ലാ കവിതയുടെയും അല്ലെങ്കിൽ എല്ലാ കവിതകളിൽ നിന്നും ഒന്നൊഴികെ ബാക്കിയെല്ലാം തന്നെ നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ എല്ലാം തന്നെ പഠിക്കുക. അതൊരു റിസ്കി ഫാക്ടറാണ് ഒന്നൊഴികെ എന്ന് പറയുന്നത്. പറ്റുന്നവർ മാക്സിമം എല്ലാം തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കവിതകളിലെല്ലാം കവിതാംശം, കാരണം എന്താണേലും ഒരു കവിതയിൽ നിന്ന് ഷ്യൂറാണ് വരും. പിന്നെ ഈ പറഞ്ഞ പിരമിഡ്, വാക്യ പിരമിഡ് പഠിക്കുക, ഗ്രാമർ പോർഷൻസ് പഠിക്കുക. നമ്മളതിന് വീഡിയോ ഇടുന്നതായിരിക്കും. കൃത്യമായിട്ട് എല്ലാവരും അത് കണ്ടിരിക്കുക. താങ്ക് യു ഓൾ.